ഇത്രയും സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത് എന്തുകൊണ്ട് എന്നുള്ള നേരത്തെ ശ്രീ യുവരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ മാനവീയം വീഥിയിൽ നൈറ്റ് ലൈഫ് തുടങ്ങിയതിന് ശേഷം എത്ര കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്? തമ്മിലടിയും കത്തിക്കുത്തുമായി ഒരു ദിവസം പോലുമില്ല അവിടെ കോലാഹലങ്ങൾ ഇല്ലാത്തത്. അപ്പോൾ കേരളത്തിൽ ഇത്തരം ഗുണ്ടാവിളയാട്ടങ്ങൾ സർവ്വസാധാരണമായി നടക്കുന്നു. അതിന് ഒത്താശ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നാണ്. അതിന് വേണ്ടി പോലീസ് ബലിയാടാകുന്നു, പോലീസിന് മേൽ അമിത സമ്മർദ്ദം വരുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? ഈ മാനവീയ വീതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ കാര്യം, അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഒന്ന്, ഈ അൾട്രാ ലെഫ്റ്റ് ലിബറലിസം എന്നും പിന്നെ ഒക്കെ ഇവിടെ യുവരാജ് ഗോകുൽ പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അത് ഈ ടുക്കഡെ ഗ്യാങ് എന്നും പിന്നെ അർബൻ നക്സലേറ്റ് എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഇനി കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ പുതിയ പ്രയോഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട നടന്നത് ഗുജറാത്തിലെ അംബാനിയുടെ സീപോർട്ടിലാണ്. അത് യുവരാജ് മറന്നു പോകരുത്. അങ്ങനെ പല പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ ഇതിന്റെ ഈ പല 350 കോടിയുടെ ജയരാജ് സാറേ 350 കോടി രൂപയുടെ കേരളത്തിൽ നടന്ന 25,000 കോടി രൂപയുടെയാണ്. കേരളത്തിൽ നടന്നത് 25,000 കോടി രൂപയുടെയാണ്. ഇനി നാളെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ, വിഴിഞ്ഞം തുറമുഖത്ത് വന്നാൽ നിങ്ങൾ അത് അദാനിയുടെ തല വെക്കോ? അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നാൽ അത് അദാനിയുടെ തലയിൽ വെക്കോ? നാണമില്ലേ സാറേ ഇതിനൊക്കെ ചുമ്മാ പോയിട്ട് ആവശ്യമില്ലാത്തവരുടെയൊക്കെ പേര് പറയാൻ വേണ്ടിയിട്ട്? ഒരു തുറമുഖത്ത് കൊണ്ടുവന്നു, അത് അയച്ചവന്റെ അല്ല നിങ്ങളുടെ പ്രശ്നം, ആ തുറമുഖം നടത്തിപ്പുകാരുടെയാണ് നിങ്ങളുടെ പ്രശ്നം. കഷ്ടം കേട്ടോ. നാളെ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ പറയെ പോകും? നമ്മൾ പിണറായി വിജയന്റെ പറയെ പോകുമോ? അദാനിയുടെ പറയെ പോകുമോ? കേരളത്തിൽ മാത്രമല്ല നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ കരിപ്പൂർ എയർപോർട്ടിൽ സ്വർണ്ണക്കടത്ത് വരുമ്പോൾ നമ്മൾ ആരുടെ പറയെ പോകണ്ടേ? നാളെ കൊച്ചിൻ എയർപോർട്ടിൽ സ്വർണ്ണക്കടത്ത് നടന്നാൽ ആരുടെ പറയെ പോകണ്ടേ? വേണ്ടി മാത്രം കൊണ്ടുവരുന്നതല്ല, ഇത്തരം സീ പോർട്ടുകൾ വഴി പലതരത്തിലുള്ള ഇത് ഇൻവേർഡ് വഴി, റോഡ് വഴി, റോഡ് ട്രാവൽ വഴി മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഇത്തരം ഇവരുടെ മോഡസ് ഓപ്പറേണ്ടി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനല്ലേ സംസ്ഥാനത്ത് ഒരു ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ഇന്റലിജൻസ് സംവിധാനത്തിന് എവിടെയാണ് പാളിച്ച പറ്റുന്നത്? ആഭ്യന്തര വകുപ്പിന് എവിടെയാണ് പാളിച്ച പറ്റുന്നത്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് എവിടെയാണ് പാളിച്ച പറ്റുന്നത്? എന്നെ പറയാനൊന്ന് അനുവദിക്കാമോ? പറയാണ്. അല്ല, തുറമുഖങ്ങളുടെ പേര് വെച്ച് മാത്രം നമുക്ക് ഇതിനെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ലല്ലോ. കൃത്യമായ സംവിധാനങ്ങളുണ്ട്, ഇന്റലിജൻസ് നിരീക്ഷണങ്ങളുണ്ട്. അതൊക്കെ മറികടന്ന് അവർ ഇവിടെ എത്തണമെങ്കിൽ അതൊരു പരാജയം തന്നെയല്ലേ? അതുപോലെ തന്നെ ഇന്ത്യയിലെ ഈ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടി വരുന്ന സാധനങ്ങൾ വന്നിറങ്ങുന്ന പല പല പോർട്ടുകളിൽ വന്നിറങ്ങി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 28,000 കോടി രൂപയുടെ സാധനം ഇവിടെ വന്നു എന്ന് അവകാശപ്പെടുന്നു. എനിക്കതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയത്തില്ല. അഥവാ വന്നാൽ തന്നെ ഇവിടുത്തെ ഉപയോഗത്തിന് വേണ്ടി മാത്രം വരുന്നതല്ല, ഇത് ഇവിടുന്ന് കരമാർഗവും മറ്റു മാർഗങ്ങൾ വഴി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും വന്നിറങ്ങുന്ന, ഇപ്പൊ ഗുജറാത്തിൽ വന്നിറങ്ങുന്ന ഗുജറാത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ബോംബെയിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും ഇത് യാത്ര ചെയ്യും. ഈ സ്ഥലങ്ങളിൽ ഇതിനൊരു ഗ്ലോബൽ നെറ്റ്വർക്കും ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഉണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന കണക്കോലെ അതിനേക്കാളൊക്കെ അപ്പുറത്താണ് ഈ ഡ്രഗ് കാർട്ടൽ വർക്ക് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ കണക്കോലെ ചെറിയ ചെറിയ ആളുകള്, ചെറിയ ഇതല്ല, വമ്പൻ സ്രാവുകളാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുന്ന, ലാഭം മാത്രം നോക്കി കാണുന്ന ചില ഇന്റർനാഷണൽ ഡ്രഗ് കാർട്ടൽസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിയാം. അതിനെതിരെ നിൽക്കുന്ന, ഇത് കസ്റ്റംസ് ആണെങ്കിലും ശരി തന്നെ, പോലീസ് ആണെങ്കിലും ശരി തന്നെ, അവരെ കൃത്യമായിട്ട് എങ്ങനെ വകവരുത്തണമെന്നും അവരെ എങ്ങനെ നിലയ്ക്ക് നിർത്തണമെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഇതൊരു ഗ്ലോബൽ മെനസ് ആണ് ഈ ഒരു സാധനം.